ദൈവമായ കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടതായ പ്രിയ ദൈവജനമേ, നിങ്ങൾക്കെല്ലാവർക്കും ആദ്യമായി എൻ്റെ സ്നേഹവന്ദനം അറിയിച്ചുകൊള്ളട്ടെ. ഇപ്പോൾ ദൈവത്തിൻ്റെ വചനം നമുക്ക് ചിന്തിപ്പാൻ തക്കവണ്ണം ലഭിച്ചിരിക്കുന്ന വിലയേറിയ അവസരത്തിനായിട്ടോ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഇസ്രായേലിൻ്റെ കനാൻ യാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇസ്രായേലിൻ്റെ മോചനത്തിനുള്ള വഴി ഒരുങ്ങുന്നു എന്ന ആ വിഷയത്തെ അധികരിച്ച് നാം ഇന്ന് അല്പസമയം ചിന്തിക്കുകയാണ്. ആധാരവാക്യമായിട്ട് പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 31-ാം വാക്യം വായിക്കുന്നു. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 31-ാം വാക്യം. അപ്പോൾ അവൻ മോശയെയും അഹരോനെയും രാത്രിയിൽ വിളിപ്പിച്ചു, നിങ്ങൾ ഇസ്രായേൽ മക്കളുമായി എഴുന്നേറ്റ് എൻ്റെ ജനത്തിൻ്റെ നടുവിൽ നിന്ന് പുറപ്പെട്ട് നിങ്ങൾ പറഞ്ഞതുപോലെ പോയി യഹോവയെ ആരാധിപ്പിൻ എന്ന് പറഞ്ഞു. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ, വായിച്ച് കേട്ട തിരുവചന ഭാഗത്തിനായിട്ട് അധികം നിങ്ങളോട് സ്തുതിക്കുന്നു. കർത്താവേ, ഇന്ന് ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന ദൂത് നൽകുവാൻ തക്കവണ്ണം ഇത് മുഖാന്തരമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനം സംസാരിക്കുന്ന അടിയനെയും കേൾക്കുന്നതിൻ്റെ മക്കളെയും അവിടുത്തെ വല്ലഭത്തിൽ കരങ്ങൾ വഹിക്കണം, പരിശുദ്ധാത്മാവിൽ നിറയ്ക്കണം. യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്ന കൃപയുടെ കേൾക്കണം സ്വർഗീയ നല്ല പിതാവാം ദൈവമേ, ആമേൻ. കർത്താവിൽ പ്രിയ ദൈവ കുഞ്ഞുങ്ങളെ, ഇസ്രായേൽ ജനം മിസ്രൈമിൽ വളരെയധികം അടിമത്ത വേല ചെയ്തുകൊണ്ട് കഷ്ടപ്പെടുകയും നിലവിളിക്കുകയും ചെയ്യുന്നതായ അവരുടെ നിലവിളികളും ഞരക്കവും വേദനയും സ്വർഗത്തിൽ ദൈവം കേട്ടു. അവരെ വിടിയിപ്പാൻ തക്കവണ്ണം ദൈവം മോശയെയും അഹരോനെയും തിരഞ്ഞെടുത്തു. അവരെ ഇപ്പോൾ മിസ്രൈമിലെ ഫറവോൻ്റെ സന്നിധിയിലേക്ക് അയച്ചിരിക്കുകയാണ്. അവിടെ ഫറവോൻ്റെ സന്നിധിയിൽ അവർ ചില അടയാളങ്ങളും അത്ഭുതങ്ങളൊക്കെ കാണിച്ചു. അതെല്ലാം കാണിച്ചുവെങ്കിലും അവരുടെ മന്ത്രവാദികൾ അതുപോലെയുള്ളതായ അത്ഭുതങ്ങൾ കാണിക്കയാൽ, മന്ത്രശക്തിയാൽ അത് കാണിച്ചതുകൊണ്ട് ഇതിനെ വിശ്വസിപ്പാൻ തക്കവണ്ണം ഈ ഫറവോൻ കൂട്ടാക്കിയില്ല എന്ന് മാത്രമല്ല, വളരെയധികം നേട്ടമുള്ള, വളരെയധികം സാമ്പത്തിക നന്മയുള്ളതായ ഇസ്രായേൽ ജനങ്ങളുടെ അടിമത്ത വേലയിൽ നിന്നും അവരെ വിടിയിപ്പാൻ തക്കവണ്ണം ഫറവോൻ ആഗ്രഹിക്കുകയും ചെയ്തിരുന്നില്ല എന്നുള്ളത് ഒരു പരമാർത്ഥമാണ്. എന്നാൽ ഇസ്രായേൽ ജനങ്ങളെ വിടിയിപ്പാൻ തക്കവണ്ണം ദൈവം ഒരുക്കിയതായ പദ്ധതി പൂർണ്ണമായി നടപ്പിലാക്കുവാൻ തക്കവണ്ണം ഇവിടെ ദൈവം തീരുമാനിക്കുകയാണ്. അതുകൊണ്ട് ദൈവം മോശയോട് പറയുകയാണ്, ഇതൊക്കെയും കഴിഞ്ഞിട്ടും എൻ്റെ ജനത്തെ വിടിയിപ്പാൻ തക്കവണ്ണം മനസ്സ് കഠിനപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എൻ്റെ ജനത്തെ വിടിവിക്കുവാൻ തക്കവണ്ണം ഞാൻ കഠിനമായ ശിക്ഷകളും ഉപദ്രവങ്ങളും കഷ്ടപ്പാടുകളും ഫറവോൻ്റെ മേലും അവൻ്റെ ജനത്തിന് മേലും വരുവാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നിനു പിറകെ ഒന്നായി 10 ബാധകൾ അവരുടെ മേൽ വരുത്തുവാൻ തക്കവണ്ണം ദൈവം തീരുമാനിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ദൈവം ആദ്യമായിട്ട് വെള്ളത്തെ രക്തമാക്കി മാറ്റുവാൻ തക്കവണ്ണം മോശയോട് കൽപ്പിക്കുന്നു. മോശ നദിയിലെ വെള്ളത്തിൽ അടിക്കുന്നു. ആ മിസ്രൈമിലെ സകല ജലസ്രോതസ്സുകളും രക്തമായി തീരുന്നതായിട്ട് കണ്ടെത്തുവാൻ തക്കവണ്ണം സാധിക്കും. രണ്ടാമതായിട്ട് തവളകളെ മിസ്രൈം ദേശത്ത് വരുത്തുമാറാക്കി. അങ്ങനെ ജലാശയത്തിൽ നിന്നും അതുപോലെ മറ്റ് നദികളിൽ നിന്നൊക്കെയും തവളകൾ ഫറവോൻ്റെ ഭവനത്തിലും മിസ്രൈമിലുള്ള എല്ലാ ജനങ്ങളുടെ അടുക്കലേയും കടന്നു വന്നു. ഈ 2 അതേ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിക്കുവാൻ തക്കവണ്ണം മന്ത്രവാദികൾക്ക് അവരുടെ മന്ത്രവാദത്തിൽ സാധിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ 2 അതേ ബാധകളും അവൻ കണ്ടും കേട്ടും അറിഞ്ഞിട്ടും അവൻ്റെ മനസ്സ് വീണ്ടും വീണ്ടും കഠിനപ്പെട്ടുകൊണ്ടേ ഇരുന്നതായിട്ട് കാണുവാൻ കൊണ്ട് സാധിക്കും. മൂന്നാമതായിട്ട് പേൻ അതെ മിസ്രൈമിന്റെ ദേശത്ത് വരുത്തി. അത് വരുത്തി കഴിഞ്ഞിട്ടും
ഫറവോൻ്റെ ഹൃദയം കഠിനപ്പെടുത്തുകയല്ലാതെ ഏതൊരു മാറ്റവും വന്നില്ല. നാലാമതായിട്ട് നായീച്ചകളെ വരുത്തുന്നു. നായീച്ചകളുടെ ബാധ കൂടുതലായിരുന്നു. അത് സഹിക്കവയ്യാതാകുന്നു. മോശയെ അഹരോനെയും വിളിച്ചോ, നിങ്ങളുടെ ജനത്തിനെ വിടുവിക്കാം, പ്രാർത്ഥിപ്പിൻ, ഈ ബാധ ഞങ്ങളെ വിട്ട് ഒഴിഞ്ഞു പോകട്ടെ എന്ന് പറയുന്നതായിട്ട് കാണുവാൻ തക്കൊണ്ട് സാധിക്കുകയാണ്. ഓരോ ബാധകൾ കഴിയും തോറും ഞാൻ വിടുവിക്കാം എന്ന് പറഞ്ഞ് അവരെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുകയും എന്നാൽ ആ ബാധ ഒഴിഞ്ഞു പോകുമ്പോൾ ഫറവോൻ്റെ ഹൃദയം കഠിനപ്പെട്ടു പോകുന്നതായിട്ട് കാണുവാൻ തക്കൊണ്ട് സാധിക്കും. അങ്ങനെ അഞ്ചാമതായിട്ടോ മൃഗങ്ങൾക്ക് വലിയ വ്യാധി വരുന്നതായിട്ട് കാണുന്നു. മൃഗങ്ങൾക്ക് വലിയ വ്യാധി പിടിച്ചിട്ട് അവരുടെ വയലിലുള്ള മൃഗസമ്പത്തുകളൊക്കെയും നഷ്ടപ്പെട്ടു പോവുകയാണ്. അവിടെ പൂർണ്ണമായിട്ടും നശിച്ചു പോകുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കൊണ്ട് സാധിക്കുന്നു. ആറാമതായിട്ട് മനുഷ്യർക്കും മൃഗങ്ങൾക്കും പുണ്ണുപോലെയുള്ളതായ പരുക്കൾ അവിടെ ഉണ്ടാകുന്നു. ഈ ബാധയും മിസ്രൈമിലുള്ളതായ സകല മൃഗസമ്പത്തുകളെയും അതുപോലെ തന്നെ മനുഷ്യരെയും കഠിനമായി വേദനിപ്പിക്കുവാനും ഉപദ്രവിപ്പിക്കുവാനും ഇടയായിത്തീർന്നു. ഏഴാമതായിട്ട് കന്മഴ പുറപ്പെടുവിക്കുകയാണ്. ഈ കന്മഴ മുഖാന്തരവും ഇസ്രായേൽ ജനം മിസ്രൈമ്യർക്ക് വരുന്നതായ കഷ്ടങ്ങളെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ വരുന്നതായ ബാധകളൊന്നും തന്നെ ഇസ്രായേൽ ജനങ്ങളെ ബാധിക്കുന്നില്ല. ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികളെ, അത്ഭുത സംരക്ഷണത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ തക്കൊണ്ട് സാധിക്കുകയാണ്. കന്മഴ മുഖാന്തരം ഇസ്രായേൽ വളരെയധികം കഷ്ടപ്പെടുകയും വേദനപ്പെടുകയും ചെയ്യുന്നു. ആദ്യ നിമിത്തം ഫറവോൻ വീണ്ടും മോശെ അഹരോനെയും വിളിച്ച് ഈ ബാധ ഒഴിഞ്ഞു പോകുവാൻ തക്കോണം പ്രാർത്ഥിക്കണം എന്ന് ആവശ്യപ്പെടുകയാണ്. മോശ പ്രാർത്ഥിക്കുന്നു, ആ ബാധ ഒഴിഞ്ഞു പോകുന്നു. എന്നാൽ ഫറവോൻ്റെ ഹൃദയം വീണ്ടും കഠിനപ്പെടുത്തുകയും ഇസ്രായേൽ ജനങ്ങളെ വിടുവിക്കുന്നതിൽ നിന്നും അവരെ മോചിപ്പിക്കുന്നതിൽ നിന്നും ദൈവ പുരുഷന്മാരോട് പറഞ്ഞതായ ആ തീരുമാനത്തിൽ നിന്ന് വ്യതിചലിക്കുന്നതായിട്ടും കാണുവാൻ തക്കോണം സാധിക്കും. എട്ടാമതായിട്ട് വെട്ടുക്കിളി എന്ന് പറയപ്പെടുന്നതായ ബാധയാണ് അവരെ ബാധിക്കുവാൻ തക്കോണം, കടന്നു പിടിക്കുവാൻ തക്കോണം മുഖാന്തരമായി തീർന്നത്. ഇങ്ങനെ വെട്ടുകിളികൾ വന്ന് ആ ദേശത്ത് കാർമേഘം പോലെ അമർന്നു. പാകമായ എല്ലാ വിളകളെയും ഈ വെട്ടുക്കിളികൾ നശിപ്പിച്ചു. എന്നാൽ മുളച്ചു വരുന്നതായ ഗോതമ്പ് തൈകൾ മാത്രം അവശേഷിക്കപ്പെട്ടുകൊണ്ട് അവരെ പൂർണ്ണമായിട്ട് നശിപ്പിക്കപ്പെടുന്നു. ഈ ബാധ നിമിത്തം ഫറവോനും ജനവും വളരെയധികം വേദനപ്പെടുകയും കഷ്ടപ്പെടുകയും ചെയ്യുന്നു. ഇപ്രാവശ്യം എൻ്റെ ജനത്തെ ഞാൻ പറഞ്ഞയക്കാം, എൻ്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുക, ഈ ബാധ ഞങ്ങളെ വിട്ട് മാറിപ്പോകട്ടെ എന്ന് പറഞ്ഞു. വീണ്ടും മോശ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവം അവൻ്റെ ആ ബാധയെ ഒഴിവാക്കി കൊടുത്തുവെങ്കിലും മോശയുടെ ഫറവോൻ്റെ ഹൃദയം പൂർണ്ണമായിട്ടും കഠിനപ്പെടുകയും ഇസ്രായേൽ ജനങ്ങളെ വിടുവിക്കുവാൻ തക്കവണ്ണം അവൻ അതെ താല്പര്യമില്ലാത്തവനായി തീരുകയും ചെയ്യുന്നു. ഒമ്പതാമതായിട്ട് കൂരിരുട്ട് എന്ന് പറയുന്ന ഒരു ബാധ മിസ്രൈം ദേശത്തെ ബാധിക്കുകയാണ്. ദേശത്ത് മുഴുവനും 3 ദിവസത്തെ ഇരുട്ട് ബാധിച്ചു, അന്ധത ബാധിച്ചു. ആ മിസ്രൈമിലെ ജനങ്ങൾക്ക് പരസ്പരം കാണുവാനോ പരസ്പരം അതെ പ്രവർത്തിക്കുവാനോ ജോലി ചെയ്യുവാനോ തക്കവണ്ണം കഴിയാതെ വണ്ണം അത്ര കൂരിരുട്ട് കൊണ്ട് നിറയപ്പെട്ടിരുന്നു. കൊട്ടാരവും അതുപോലെ മിസ്രൈം ദേശവാസികളെല്ലാവരും ഈ അന്ധകാരത്തിൽപ്പെട്ട് അന്ധത ബാധിച്ച ആ കണ്ണ് കാഴ്ചയില്ലാത്ത അന്ധന്മാരെ പോലെ അവർ വ്യാകുലപ്പെടുകയും ഭാരപ്പെടുകയും ചെയ്യുന്നതായിട്ട് കണ്ടെത്തുവാൻ കൊണ്ട് സാധിക്കുകയാണ്. 3 ദിവസം കഴിഞ്ഞിട്ടും ഈ കൂരിരുട്ട് മാറാത്തതുകൊണ്ട് മോശെ അഹരോനെയും വിളിപ്പിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ പറയുന്നു.
അവർ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ഈ ബാധ മാറുകയാണ്, നിന്റെ ജനത്തെ വിടുവിക്കാം എന്നുള്ളതായ അവൻ്റെ സമ്മതം പൂർണ്ണമായിട്ടും അതെ ഉപേക്ഷിച്ച് കളയുകയും ദൈവത്തിൻ്റെ ജനത്തെ അധികമായി കഠിനപ്പെടുത്തുന്ന ശിക്ഷകൾ നൽകി, കഠിനമായ ജോലികൾ നൽകി അവരെ കഠിനപ്പെടുത്തുകയും ചെയ്യുന്നതായിട്ട് കാണുവാൻ തക്കൊണ്ട് സാധിക്കും. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, ഈ ബാധകളെല്ലാം മിസ്രയീമിനെ ബാധിക്കുമ്പോൾ ഇസ്രായേൽ ജനങ്ങൾ പാർക്കുന്നതായ പാളയം സുരക്ഷിതമാണ്. ഈ ബാധകളൊന്നും ഇസ്രായേൽ ജനങ്ങളെ ബാധിക്കാതെ അവിടെ ദൈവത്തിൻ്റെ പരിരക്ഷ അവരുടെ മേൽ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ തക്കവണ്ണം സാധിക്കും. ഇവിടെ ദൈവത്തിൻ്റെ ജനത്തെ വിടുവിപ്പാൻ തക്കവണ്ണം സമ്മതിച്ചുകൊണ്ടോ താല്പര്യം പ്രകടിപ്പിച്ചതായ ഫറവോൻ അവൻ്റെ ഹൃദയം കഠിനപ്പെട്ടു എന്ന് 18 പ്രാവശ്യം ഈ ഭാഗത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഫറവോൻ്റെ ഹൃദയം കഠിനപ്പെട്ടു എന്ന് 18 പ്രാവശ്യം രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ അതിൽ 9 പ്രാവശ്യം ദൈവം അവൻ്റെ ഹൃദയത്തെ കഠിനപ്പെടുത്തുന്നതും ബാക്കി 9 പ്രാവശ്യം ഫറവോൻ സ്വയം അവൻ്റെ ഹൃദയത്തെ കഠിനപ്പെടുത്തുന്നതുമാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കൊണ്ട് സാധിക്കുകയാണ്. എന്നാൽ ദൈവത്തിൻ്റെ ജനത്തെ ഇത്രയും സമയം വിടുവിക്കുവാൻ തക്കവണ്ണം ഇത്രയും ബാധകളും ഭീകരമായ അവസ്ഥകളും ഉണ്ടാക്കിയിട്ടും ഈ ജനത്തെ വിടുവിക്കുവാൻ തക്കവണ്ണം കൂട്ടാക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ വലിയ വേദനയോടും കരച്ചിലോടും നെടുവീർപ്പോടും കൂടെ മനസ്സ് വേദനിക്കുന്ന അവസ്ഥയിൽ ഇസ്രായേൽ ജനത്തെ വിടുവിക്കേണ്ടതിനുള്ളതായ ഒരു തീരുമാനം ദൈവമായ കർത്താവ് കൈക്കൊള്ളുകയാണ്. 9 ബാധകളെയും അവരെ ബാധിച്ചു കഴിഞ്ഞു. ഇനി 10ാമതൊരു ബാധ അത് നടത്തുവാൻ തക്കവണ്ണം ദൈവം തീരുമാനിക്കുകയാണ്. അങ്ങനെ തീരുമാനിച്ചുകൊണ്ട് ദൈവം അവരോട് പറയുകയാണ്. അതിൻ്റെ 11ാം അധ്യായത്തിൻ്റെ 5ഉം 6ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ അത് മോശ പറഞ്ഞ യഹോവ ഈ പ്രകാരം അരുളിച്ചെയ്യുന്നു, അർദ്ധരാത്രിയിൽ ഞാൻ മിസ്രയീമിൻ്റെ നടുവിൽ കൂടി പോകും. അപ്പോൾ സിംഹാസനത്തിൽ ഇരിക്കുന്ന ഫറവോൻ്റെ ആദ്യജാതൻ മുതൽ തിരിക്കല്ലിങ്കിൽ ഇരിക്കുന്നതായ ദാസിയുടെ ആദ്യജാതൻ വരെയും മിസ്രയീം ദേശത്തുള്ളതായ കടിഞ്ഞൂലും ഒക്കെയും മൃഗങ്ങളുടെ എല്ലാ കടിഞ്ഞൂലും ചത്തുപോകും. മിസ്രയീം ദേശത്ത് എങ്ങും മുമ്പൊരിക്കലും ഉണ്ടായിട്ടില്ലാത്തതും ഇനി ഉണ്ടാകാത്തതുമായ വലിയൊരു നിലവിളി ഉണ്ടാകും. എന്നാൽ യഹോവ മിസ്രയീമ്യർക്കും ഇസ്രായേലിയർക്കും മധ്യേ വ്യത്യാസം വയ്ക്കുന്നു എന്ന് നിങ്ങൾ അറിയേണ്ടതിന് ഇസ്രായേൽ മക്കളിൽ യാതൊരു മനുഷ്യൻ്റെയോ മൃഗത്തിൻ്റെയോ നേരെ ഒരു നായ് പോലും നാവ് അനക്കയില്ല എന്നും പറഞ്ഞു. അപ്പം അങ്ങനെ 10ാമത്തെ ബാധ കടിഞ്ഞൂൽ സംഹാരകം. ഈ കടിഞ്ഞൂൽ സംഹാരകത്തിലൂടെ ഇസ്രായേൽ ജനത്തെ കഠിനമായി ശോധന ചെയ്യുവാൻ, കഠിനമായി വേദനപ്പെടുത്തുവാൻ തക്കോണം ദൈവമായ കർത്താവ് അത് തീരുമാനിക്കുകയാണ്. ദൈവമായ കർത്താവ് കൽപ്പിച്ച പ്രകാരം 9 ബാധകളും ഈ ഫറവോൻ്റെ മുമ്പാകെ ചെയ്തുവെങ്കിലും മിസ്രയീം ദേശത്ത് ഈ അത്ഭുതങ്ങൾ പെരുകേണ്ടതിനും ഫറവോൻ ദൈവത്തിൻ്റെ അശക്തിയെക്കുറിച്ച് മനസ്സിലാക്കേണ്ടതിനും ഈ കടിഞ്ഞൂൽ സംഹാരകം എന്നുള്ളതായ ഈ 10ാമത്തെ ബാധ, അതികഠിനമായ ബാധ, അത് മിസ്രയീമിൽ വരുത്തുവാൻ തക്കോണം ദൈവം സ്വീകരിക്കുകയാണ്. അങ്ങനെ യഹോവ മോശയോടും അഹരോനോടും മിസ്രയീം ദേശത്ത് വെച്ച് അരുളിച്ചെയ്യുകയാണ്, ഈ മാസം നിങ്ങൾക്ക് 1-ാം മാസമായിരിക്കണം. ഈ അബീബ് മാസം നിങ്ങൾ ഇസ്രായേലിൻ്റെ സർവ്വസംഘത്തോടും പറയേണ്ടത്, നിങ്ങൾ ഓരോരുത്തരും ആദാത് കുടുംബത്തിൽ ഓരോ ആട്ടിൻകുട്ടിയെ വീതം തിരഞ്ഞെടുക്കണം. ആ ആട്ടിൻകുട്ടിയെ തിന്നുവാൻ വീട്ടിലുള്ളവർ പോരായെങ്കിൽ
ആളുകളുടെ എണ്ണത്തിനൊത്തവണ്ണം അവൻ്റെ വീട്ടിനടുത്തുള്ള അയൽക്കാരും കൂടി അതിനെ എടുക്കണം. അവർ ആട്ടിൻകുട്ടിയെ 10-ാം തീയതി വാങ്ങണം. അങ്ങനെ വാങ്ങുന്നതായ ഈ ആട്ടിൻകുട്ടി ഊനമില്ലാത്തതും അതിൻ്റെ അസ്ഥികളിൽ ഒന്നും പോലും ഛേദം വരാത്തതും ആൺകുട്ടിയുമായിരിക്കണം എന്നുള്ളതാണ് ദൈവമായ കർത്താവ് അവിടെ നൽകിയതായ ഒരു തീരുമാനം. ഇസ്രായേൽ ജനങ്ങളെ സംരക്ഷിക്കപ്പെടുവാൻ മിസ്രൈമിൽ ഈ കടിഞ്ഞൂൽ സംഹാര ബാധ ബാധിക്കപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ ജനം പരിപൂർണമായിട്ട് സംരക്ഷിക്കപ്പെടേണ്ടതിന് അവർ ചെയ്യേണ്ടുന്നതായ കാര്യമാണ് ഇപ്പോൾ ദൈവമായ കർത്താവ് മോശ മുഖാന്തരം അരുളി ചെയ്യുന്നത്. നിങ്ങൾ 10-ാം തീയതി, അതെ, അഭിമാസം 1-ാം മാസം 10-ാം തീയതി ആട്ടിൻകുട്ടിയെ തിരഞ്ഞെടുക്കണം. ഊനമില്ലാത്ത ഈ ആട്ടിൻകുട്ടിയെ നിങ്ങൾ 14-ാം തീയതി വരെ സംരക്ഷിക്കണം. എന്നിട്ട് 14-ാം തീയതി സന്ധ്യയ്ക്ക് അതിനെ അറുക്കണം. അതിനെ അറുത്തിട്ട് അതിൻ്റെ രക്തം നിങ്ങളുടെ വാതിലിലെ നെടുമ്പടിമേലും അതെ കുറുമ്പടിമേലും കട്ടളകളിൽ തളിക്കണം. അത് ഇസ്രായേൽ ജനങ്ങൾക്ക് അടയാളമായി ഭവിക്കണം എന്നും ദൈവം മോശയോടും മഹരോടും കൽപ്പിക്കുകയാണ്. ഇതിന് പ്രകാരം മോശ ഇസ്രായേൽ ജനങ്ങളോട് അറിയിക്കുന്നു. ഇസ്രായേൽ ജനങ്ങൾ 1-ാം മാസം 10-ാം തീയതി തന്നെ ആട്ടിൻകുട്ടിയെ അവർ എടുക്കുന്നു. ആ ആട്ടിൻകുട്ടിയെ 14 ദിവസം 14-ാം തീയതി വരെ സംരക്ഷിക്കപ്പെടുകയും 14-ാം തീയതി സന്ധ്യയ്ക്ക് അതിനെ അറുത്ത് അതിൻ്റെ രക്തം അവരുടെ കട്ടളകളിൽ അവിടെ നെടുമ്പടിമേലും കുറുമ്പടിമേലും പതിക്കുന്നതായിട്ട് കണ്ടെത്തുവാൻ തക്കൊണ്ട് സാധിക്കും. ദൈവമായ കർത്താവ് ഇസ്രായേൽ ജനങ്ങളുടെ ഇടയിലേക്ക് വരുത്തുവാൻ പോകുന്നതായി സംഹാരദൂതൻ അതേ മിസ്രൈമിലെ ജനങ്ങൾക്കിടയിലേക്ക് നാശം വരുത്തുമ്പോൾ ഇസ്രായേലിലെ ജനങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതിന് അടയാളമായി ഈ രക്തം അവിടെ തളിക്കപ്പെടുകയാണ്. രാത്രിയിൽ സംഹാരദൂതൻ കടന്നുപോയി മിസ്രൈമിലെ സകല നിവാസികളുടെയും മധ്യേ കടന്നുപോയ സംഹാരദൂതൻ ആ മിസ്രൈമിലുള്ളതായ സകല മനുഷ്യരുടെയും സകല ഭവനങ്ങളിലെയും ആദ്യജാതന്മാരെല്ലാവരെയും നശിപ്പിക്കപ്പെടുവാൻ തക്കവണ്ണം ഇടവരുത്തിയെന്നാണ്. എല്ലാ കടിഞ്ഞൂലുകളെയും ആദ്യജാതന്മാരെയും കൊന്നുകളഞ്ഞു. ഫറവോൻ്റെ കുടുംബത്തിലും മിസ്രൈമിലുള്ള എല്ലാ കുടുംബത്തിലും എല്ലാ മൃഗങ്ങളുടെ മേലും മൃഗങ്ങളുടേതായ കടിഞ്ഞൂലുകളൊക്കെയും അത് പൂർണ്ണമായിട്ടും അത് കൊല്ലുവാൻ ഇടവരുത്തി. അങ്ങനെ മിസ്രൈം ജനങ്ങളുടെ ഇടയിൽ ഭയങ്കരമായ വിലാപവും അത് നിലവിളിയും ഉയരുന്നതായിട്ട് കണ്ടെത്താൻ സാധിക്കുകയാണ്. ഈ സമയം ദൈവത്തിൻ്റെ ജനമായിരിക്കുന്ന ഇസ്രായേൽ ജനം മിസ്രൈമിൽ വളരെ സുരക്ഷിതരായിട്ട് സംരക്ഷിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ സംരക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം കാരണമായി തീർന്നത് ദൈവത്തിൻ്റെ നിർദ്ദേശപ്രകാരം അവർ തളിച്ചതായ ആ ആട്ടിൻകുട്ടിയുടെ രക്തമാണ്. കർത്താവിൽ പ്രിയ ദൈവകുഞ്ഞുങ്ങളെ, ഈ ബാധമുഖാന്തരം ഇസ്രായേൽ ജനങ്ങൾ ചെയ്തതായ പ്രവൃത്തി, അവിടെ അറുക്കപ്പെട്ടതായ ആ ആട്ടിൻകുട്ടി ലോകത്തിലെ പാപത്തിൽ അമർന്നിരിക്കുന്നതായ ലോകജനതയെ പാപത്തിൽ നിന്ന് വിടിയിപ്പാൻ തക്കവണ്ണം യാഗമായി അർപ്പിക്കപ്പെടുന്ന കർത്താവായ യേശുക്രിസ്തുവിനെ പ്രദാനം ചെയ്യുകയാണ്. യേശുക്രിസ്തു സർവ്വജനത്തിനും വേണ്ടി ഒഴുക്കുവാനിരിക്കുന്നതായ ആ രക്തത്തെ ആട്ടിൻകുട്ടിയുടെ രക്തവുമായി പ്രദാനം ചെയ്യുകയാണ്. അങ്ങനെ ഇസ്രായേൽ ജനങ്ങളുടെ ഇടയിൽ ഒരു പ്രത്യേകമായിട്ടുള്ളതായ ആഘോഷം അവിടെ ജനങ്ങളിൽ
അതെ ജനങ്ങൾക്ക് ദൈവം നൽകുകയും ഒരു പെസഹ ആചരണം അത് അവിടെ തലമുറയായി ആചരിക്കുവാൻ തക്കവണ്ണം അടയാളമായി നൽകുകയും ചെയ്തു. അന്ന് മിസ്രയീമിലെ ജനങ്ങൾ ഈ ബാധ മുഖാന്തരം വളരെ വേദനപ്പെടുകയും കഷ്ടപ്പെടുകയും ചെയ്തപ്പോൾ അതേ മിസ്രയീമിലെ ജനങ്ങളുടെ നിലവിളി ഉയർന്നു. അപ്പോഴാണ് ഫറവോൻ മോശയെയും അഹരോനെയും ആളയച്ച് വിളിപ്പിച്ച് പറഞ്ഞത്, നിങ്ങൾ നിങ്ങളുടെ ജനങ്ങളുമായി കടന്നു പൊയ്ക്കൊള്ളിൻ. നിങ്ങൾ പോകുമ്പോൾ നിങ്ങളുടെ സ്ത്രീകളും കുഞ്ഞുങ്ങളും മാത്രമല്ല, നിങ്ങളുടെ ആടുമാടുകളും എല്ലാ മൃഗസമ്പത്തുകളെയും കൂടെ കൊണ്ടുപോകുവാൻ തക്കവണ്ണം പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നത്. അതാണ് നമ്മൾ ആദ്യമായിട്ട് ആധാരവാക്യമായി വായിച്ച് കേൾക്കുവാൻ തക്കവണ്ണം മുഖാന്തരമായി തീർന്നത്. ഇങ്ങനെ ഇസ്രായേൽ ജനങ്ങളെ മിസ്രയീമിൽ നിന്ന് വിടുവിച്ചു എന്നുള്ളതിൻ്റെ ഓർമ്മയായിട്ട് ദൈവത്തിൻ്റെ ജനം തലമുറയായി അവർ ആചരിക്കേണ്ടതിന് ഇതിലൂടെ ദൈവം പെസഹ എന്ന ഒരു ജ്ഞാപകവും അവർക്ക് നൽകി. ഓരോ വർഷവും ഇസ്രായേൽ ജനങ്ങൾ തുടർച്ചയായിട്ട് ഇത് ആചരിക്കുകയും ചെയ്തു. ഈ പെസഹയിൽ അവർ അറുക്കുന്നതായ ആ ആട്ടിൻകുട്ടി കർത്താവായ യേശു ക്രിസ്തുവിനെ പ്രദാനം ചെയ്യുകയാണ്. എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതായ ഭയങ്കരമായ സംഹാരങ്ങളിൽ നിന്നും നമ്മെ വിടിവിപ്പാൻ തക്കവണ്ണം കാൽവരി ക്രൂശിൽ യാഗമായി തീർന്ന കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ രക്തം നമ്മുടെ മേൽ നമ്മുടെ ഭവനങ്ങളിൽ തളിച്ചുകൊണ്ട് സുരക്ഷിതരായിരിക്കാൻ തക്കവണ്ണം എൻ്റെ കർത്താവ് നമ്മെ അവരെ സഹായിക്കട്ടെ, അതിന് നിങ്ങളെ ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനും നിത്യനീതിമാനുമായിരിക്കുന്ന സ്വർഗീയ പിതാവ് എന്നുള്ള ദൈവമേ, അവിടുന്ന് എൻ്റെ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനങ്ങളെ ഞങ്ങൾക്ക് ശ്രമിപ്പാൻ തക്കണം നിങ്ങൾ സഹായിച്ചുവല്ലോ. കേട്ടതായ വചനങ്ങൾക്ക് എന്നൊരു സ്തുതിക്കുന്നു. കേട്ടതായ നിൻ്റെ മക്കളെ എല്ലാവരെയും നീ അനുഗ്രഹിച്ചുകൊണ്ട് സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി യാഗമായി തീർന്നതായ കർത്താവ് യേശു ക്രിസ്തു ഞങ്ങൾക്ക് വേണ്ടി അർക്കപ്പെട്ടതായ കുഞ്ഞാടാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് കർത്താവിൽ ആശ്രയിപ്പാൻ ദൈവമേ, കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.